ഇന്ന് ഞാനുള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനിലാണ് കേട്ടോ. ആദ്യം നമ്മൾ വത്തിക്കാൻ സിറ്റി കണ്ടു. പക്ഷേ ആ വത്തിക്കാൻ സിറ്റിയുടെ വീഡിയോ അല്ല ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വത്തിക്കാൻ ചർച്ച് കാണാൻ പോകും. അതായത് ലോക ക്രിസ്ത്യാനികളുടെ മക്കയായ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അവിടെയാണ് നമ്മളുള്ളത്. ഇത് നിർമ്മിച്ചത് AD 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനതിൻ്റെ ഫ്രണ്ട് സൈഡിലാണുള്ളത്. ഫ്രണ്ട് സൈഡിൽ അറൗണ്ട് ഒരു 500 മീറ്ററിനടുത്ത് ആണുള്ളത്. ഇനി ഇവിടെ നിന്ന് ഞാൻ നടന്ന് ഈ സ്ട്രീറ്റ് വഴി അവിടേക്ക് എത്തിയാൽ നമുക്ക് ബസലിക്കയിലേക്ക് കയറാം. അപ്പോൾ ആ സ്ട്രീറ്റിലുള്ള കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുപോകുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ, ഈ ഹോംലെസ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അവിടെ ഒരു ചെറിയൊരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഹോംലെസ് പീപ്പിൾ താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പൊക്കെ ആയ ഒരു രക്ഷയുണ്ടാവില്ല. എന്തായാലും വൃത്തിയുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല നടപ്പാതയും നല്ല കല്ലൊക്കെ പാകിയിട്ടുള്ള റോഡും ഒക്കെയാണ്. അത് ആ വാഹനങ്ങൾ ഇതിലിങ്ങനെ യാത്ര ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങൾ മാത്രമേ അങ്ങനെ പോകാറുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ബസലിക്കയിലെ വാഹനങ്ങൾ പോകാറുണ്ട്. ബാക്കി ഈ റോഡുള്ളത് ഈ നടപ്പാതയുടെ 2 സൈഡിലുമാണ് വാഹനങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ ഷോപ്പുകളുണ്ട്. ഷോപ്പുകളെന്ന് പറഞ്ഞാൽ അത്ര അടുത്തടുത്തൊന്നുമില്ല. കുറേ ഒരു മിനിമം ഗ്യാപ്പിന് ഒരു 50 മീറ്ററോ 75 മീറ്ററോ ഗ്യാപ്പിനനുസരിച്ചാണ് കുറേ സുവനീർ ഷോപ്പുകളുണ്ട്. പിന്നെ ബിൽഡിങ്ങുകളിലാണ് ഈ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഈ ആരാധനാലയങ്ങളുടെ അടുത്ത് നിറയെ ഷോപ്പുകൾ ആൾക്കാർ നടത്തുക, അങ്ങനെയൊന്നുമില്ല. ഇതൊരു ലിമിറ്റഡ് ഷോപ്സ് ഉണ്ട്. അതും ഒരു ലിമിറ്റഡ് ഗ്യാപ്പിലാണ് ഈ ഷോപ്പുകളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കിയേ, അതായത് കറക്റ്റ് നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു 50 മീറ്ററിൽ 2 സൈഡിലും ഓരോ ഷോപ്പ് ഉണ്ടാവും. അതുപോലെ കുറച്ചുകൂടി അങ്ങോട്ട് നടപ്പാതയിൽ നമ്മൾ നടന്നു പോകുമ്പോഴേ അതിൻ്റെയും 2 സൈഡിലും ഓരോ ഷോപ്പ് ഉണ്ടാവും. ഇവിടെ ഒരു എല്ലാത്തിൻ്റെയും ഷോപ്പുണ്ട് കേട്ടോ. അതായത് സുവനീർ, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടുന്ന കോൾ ഡ്രിങ്ക്, അങ്ങനെ ഇങ്ങനെ കോഫി, അതിനുള്ള ഒരു താൽക്കാലിക ഷോപ്പുകളുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബിൽഡിങ്ങുകളിൽ റെസ്റ്റോറൻറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. മണി എക്സ്ചേഞ്ച്, ATM, ബാങ്ക്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോംലെസ് പേഴ്സൺ താമസിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കൂടാരം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിങ്ങനെ എടുത്ത് മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ്. അതിനകത്ത് ആളുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടുതൽ അടുത്ത് പോയി എടുത്താൽ ചിലപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഈ ഡ്രഗ്സിനൊക്കെ അടിമയായ ആൾക്കാരുണ്ട് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം വയ്ക്കും. അത് പിന്നെ നമുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വല്ലതും സംഭവിച്ചാൽ നമുക്കത് കിട്ടും. അതും കൊണ്ടേ പോകാനേ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും തിരിച്ച് നമുക്ക് ചെയ്യാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവർ ഡ്രഗ്സിന് അടിമയാണ്. ഞാൻ ഒത്തിരി പേരെ കണ്ടിരുന്നു ഡ്രഗ്സിന് അടിമയായ ആൾക്കാർ. അവരോടൊന്നും നമ്മൾ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മളങ്ങനെ നടന്നു പോവുകയാണ്. തിരിഞ്ഞു പോലും നോക്കില്ല. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തി. ഇവിടെ കണ്ടില്ലേ, ഇവിടെയും സുവനീർ ഷോപ്പുകളാണ്. പക്ഷേ ഈ ഷോപ്പുകളെല്ലാം നടത്തുന്നത് ബംഗ്ലാദേശികളാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഒരു രാജ്യക്കാരെയും ഇവിടെ സുവനീർ ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാരെ കണ്ടില്ല. പിന്നെ അപൂർവം ഇറ്റാലിയൻസ് ആണോ എന്തോ 1-2 ഷോപ്പുകൾ ഞാൻ കണ്ടിരുന്നു. 1-2 ഈ തീരെ ചെറിയ ഷോപ്പുകൾ. അതായത് അവർ ചെറിയൊരു ഉന്തുവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അത് ദിവസം എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ള ചെറിയ ഷോപ്പുകൾ. അല്ലാതെ ഈ ഒരുവിധം വലിയ വാഹനത്തിനൊന്നുള്ള ഷോപ്പുകളെല്ലാം ബംഗ്ലാദേശി പൗരന്മാരാണ് നടത്തുന്നത്. ഇതൊക്കെ ഗവൺമെൻറ് അപ്രൂവൽ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതിവിടെ പോലീസുണ്ട്, അതുപോലെ പോലീസ് കിടപ്പുണ്ട്. ഇത് വത്തിക്കാൻ സിറ്റിയുടെ പോലീസാണ്, അതായത് ആ രാജ്യത്തിൻ്റെ പോലീസാണ്. പക്ഷേ ഇത് ഇറ്റലിക്കകത്താണ് ഈ വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ യൂറോപ്പിൽ പല സ്ഥലത്തും പല രാജ്യങ്ങൾക്കകത്തും ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്.
ഇവിടെ സുവിനിയർ എല്ലാം €1 ഉള്ളൂ കേട്ടോ. ഏത് സുവിനിയർ എടുത്താലും €1 ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഇത് ഗവൺമെൻറ് ഷോപ്പാണെന്ന് തോന്നുന്നു. ഗവൺമെൻറ് അംഗീകൃത ഷോപ്പാണെന്ന് തോന്നുന്നു. അതിനകത്ത് ATM-ഉം ബസ്സിൻ്റെയും ഒക്കെ ടിക്കറ്റുകളൊക്കെ വിൽക്കുന്നുണ്ട് ആൾക്കാർ. ഇവിടെ ആൾക്കാർക്ക് നടന്നേ വരാൻ പറ്റുള്ളൂ കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ചർച്ചിൻ്റെ വകയായിട്ടുള്ള വാഹനങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. ഞാൻ കുറേ ഇന്ത്യക്കാരെയൊക്കെ ഇവിടെ കണ്ടിരുന്നു. എനിക്കറിയില്ല അവർ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വന്നതാണോ വേറൊരു രാജ്യത്തുനിന്ന് ഇവിടേക്ക് വന്നതാണോ, എന്തായാലും ഞാൻ കണ്ടു. മലയാളികളെ ഒന്നും കണ്ടില്ല. ഇവിടെ ചർച്ചിൽ കുറേ മലയാളി നമ്മുടെ നാട്ടുകാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അച്ഛന്മാരായിട്ട്. അവരൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇന്നൊക്കെ വർക്കിംഗ് ഡേ ആയത് കാരണം അവരൊന്നും കണ്ട് സംസാരിക്കാൻ പറ്റില്ല. കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ചിനകത്തേക്ക് ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ തിരക്കില്ലാതെ കയറാമായിരുന്നു. ഇതിപ്പം നല്ല തിരക്കുള്ള സമയമാണല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്ന് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും ടിക്കറ്റ് കിട്ടില്ല. ഇനി അതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞേ അവിടെ ടിക്കറ്റ് ഉള്ളൂ. അപ്പോൾ ഏജൻറ്റുമാർ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈൻ സ്കിപ്പ് ചെയ്യാം, അതിനുള്ള വഴിയൊക്കെ അവരുണ്ടാക്കി തന്നെ. ഇവിടെ അതേ ബലതിയുടെ വണ്ടി പോകുന്നുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയാണ് പോകുന്നത്. നല്ല പ്രത്യേക ഒരു സെറ്റപ്പാണ്. അതിനകത്ത് ഒരു ഡ്രൈവറും ഒരു അസിസ്റ്റൻറ്റും ഉണ്ടാവും. അവർ റോഡിൽ ഇങ്ങനെ ഇറങ്ങി ഈ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഇടുന്ന ബോക്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കീസ് കെട്ടിയിട്ടിട്ടുണ്ട്. ആ കീസ് അതോടെ എടുത്ത് വണ്ടിക്കകത്തേക്ക് ഇടും, പുതിയ കീസ് റീപ്ലേസ് ചെയ്യും. അതാണ് ഇവരുടെ പരിപാടി. അല്ലാതെ കൈ കൊണ്ട് വേറെ വാരുന്ന പരിപാടിയൊന്നുമില്ല. ആരും ഇങ്ങനെ വേസ്റ്റുകൾ വലിച്ചെറിയാറുമില്ല. കറക്റ്റ് ആ ബാഗിനകത്തേക്ക് ആൾക്കാർ നിക്ഷേപിക്കും, അവരതെടുത്തു. അതാണ് ഇവിടുത്തെ ബലദിയൻ്റെ സിസ്റ്റം. ഇതുവഴിയാണ് ബസിലിക്കയ്ക്ക് അകത്തേക്ക് കയറാനുള്ളത്. എന്തായാലും ഞാനൊന്ന് കയറി നോക്കി, പക്ഷേ ടിക്കറ്റ് ഇല്ല, അത് ഉറപ്പാണ്. ഇപ്പം ഇവിടെ ഒന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് ബാക്കിൽ കൂടിയുള്ളൊരു വഴിയാണ്. അടുത്ത വേറൊരു വഴിയിലാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ക്യൂ കാണാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ക്യൂ ഉണ്ടെന്ന്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിനകത്തേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടെന്ന്. എന്തായാലും ഇന്ന് പറ്റില്ല. ഇനി മറ്റൊരു ദിവസം ഞാനിവിടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് അങ്ങോട്ട് അവിടെയുള്ള തിരക്കും ഇതൊക്കെ കാണാം. ഒത്തിരി ഇത് ആൾക്കാർ ഇങ്ങനെ ലൈനിൽ നിൽക്കുകയാണ്. ദൂരെ നിന്ന് കറങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. നോക്കിയേ, അത് മൊത്തം ഇങ്ങനെ ആൾക്കാർ ഇതിനകത്തേക്ക് കയറാനുള്ള ആൾക്കാരാണ്. വെയിലും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. അവരതിനകത്ത് കയറിയിട്ടേ പോകണം എന്നുള്ള ഒരു വാശിയിൽ വേറെ എവിടെ നിന്നൊക്കെയോ വന്ന ആൾക്കാരാണ്. മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കുകയാണ്. ഇപ്പം അതിനാണ് ഇതിൻ്റെ ഇടയിൽ കൂടി വേറെ ടിക്കറ്റ് ഏജൻറ്റ് തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിച്ച് ആ ലൈനിനെ സ്കിപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല, നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആളുകൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കും. നോക്കി എത്രമാത്രം ആൾക്കാർ ഇങ്ങനെ ബാക്കിലേക്ക്, ഇതിൻ്റെ ഇടയിലേക്ക് എങ്ങനെ നമ്മൾ കയറാൻ പറ്റില്ല. എൻ്റെ ഒരു നിഗമനമാണ് അത്. തീർച്ചയായും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനായാലും അനുവദിക്കില്ലല്ലോ. മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിന്നിട്ട് ഒരാൾ പെട്ടെന്നൊരു ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഫ്രണ്ടിലേക്ക് കയറി എനിക്ക് ആദ്യം കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇതാണ് ബസിലിക്കയുടെ ഉള്ളിലുള്ള ഗ്രൗണ്ട്. ഇവിടെയാണ് പോപ്പ് വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ മുഖം കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിശേഷ ദിവസമൊന്നും അല്ലല്ലോ, അത് കാരണം എനിക്ക് പോപ്പിനെ കാണാനും പറ്റിയില്ല. എന്തോ സൺഡേയിലൂടെ പുള്ളി പുറത്തേക്ക് വരുമെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. ഏതൊക്കെ സ്പെഷ്യൽ ഡേയ്സിന് മാത്രമേ പുള്ളി അവരുടെ ആൾക്കാർ മുഖം കാണിക്കാറുള്ളൂ, ദർശനം കൊടുക്കാറും ആശീർവാദമൊക്കെ കൊടുക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പുള്ളി അവിടെ ഒരു സ്റ്റേജ് കാണുന്നുണ്ട് ആ മുന്നിൽ, ആ സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കാറാണ് പതിവ്. അതെന്തോ ഫ്യൂ സെക്കൻഡ്സോ ഫ്യൂ മിനിറ്റ്സ് അങ്ങനെ കണ്ടൊക്കെ ഉള്ളൂ. ഈ കാണുന്ന ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഇപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല. അവിടെ നിറച്ച് കസേര ഇട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 12,000 കസേര അതിനകത്ത് നിരത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ക്ഷണിക്കപ്പെട്ടവർക്ക് ഇരിക്കാനാണ് ആ കസേര. ബാക്കിയുള്ള ജനങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഓപ്പണാണ് കേട്ടോ, ചർച്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓപ്പണാണ്. അങ്ങനെ
പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ നല്ല വൃത്തിയും ക്ലീനുമാണ്. ഒന്നും ആൾക്കാരൊന്നും വേസ്റ്റോ അങ്ങനെ ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. വെള്ളം കുടിക്കുന്ന ബോട്ടിലോ അങ്ങനെ ഇങ്ങനെ ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ്, സെൽഫി ഉണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടല്ല, സൂര്യൻ തലയ്ക്ക് മീതെ ഉദിച്ച് നിൽക്കുകയാണ്. അത് കാരണം ഫോട്ടോസ് ഒന്നും എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ക്യാമറയിലേക്ക് നോക്കി പൊസിഷനൊന്നും ഇതാക്കാൻ പറ്റില്ല. ശരിക്കും കണ്ണൊക്കെ അടഞ്ഞു പോകും. ഇവിടെ ഒന്നും ഗ്ലാസ് ഇല്ലാതെ വരാൻ പറ്റില്ല കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു യൂറോപ്യൻസ് എപ്പോഴും കണ്ണാട വെക്കാറുണ്ട്. ഇല്ലാതെ അവർ ഇതിനകത്തേക്ക് കയറുന്ന ഒരു പ്രശ്നമേ കാണുന്നില്ല. ആവശ്യം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. നോക്കിയേ എത്രമാത്രം ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നു, അല്ലാതെയും ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇങ്ങനെ വരുന്നത്. ശരിക്കും വലിയ വലിയ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും അവർ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇവിടെ ചർച്ച് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ചില സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അതിഭയങ്കരമായ തിരക്കുണ്ടാവുമെന്ന് പറയേണ്ട കാര്യമില്ല. തിരക്കോട് തിരക്കാണ്. അതാണ് ഇത്രയും വലിയ ഇരുമ്പ് ഫെൻസിങ് ഒക്കെ വെച്ചിരിക്കുന്നത്. നോക്കിയേ ഈ പറഞ്ഞ ഭാഗത്താണ് ഈ പോപ്പ് വരുന്ന സമയത്ത് ആൾക്കാർ ഇരിക്കുന്ന കേട്ടോ. സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് വരുന്നവർ, ക്ഷണിക്കപ്പെട്ടവരൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഇരിക്കുന്ന ചെയർസൊക്കെയാണ് ആ കാണുന്നത്. ഈ രണ്ട് സൈഡിലും വലിയ സ്ക്രീൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വലിയ സ്ക്രീൻ ഉള്ളത് കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം കാണാം. രണ്ട് സൈഡിലും എറൗണ്ട് 6 സ്ക്രീനുകളോളം ഉണ്ട്, വലിയ സ്ക്രീനുകൾ കേട്ടോ. ഈ സ്ക്രീൻ വഴി നിങ്ങൾക്ക് ഒരുവിധം കാണാം. പക്ഷേ ഈ പകൽ വെളിച്ചത്തിൽ എന്ത് കാണാനാണ്? അതിനകത്തുകൂടി ഒന്നും കാണാൻ പറ്റില്ല. രാത്രിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ രാത്രിയാവുന്നത് എപ്പോഴാണ്? ഇവിടെ രാത്രിയാവുന്നത് 9:30 മണിക്ക് ശേഷമാണ്. അത് കാരണം എനിക്ക് തോന്നുന്നില്ല ആ സ്ക്രീൻ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ഈ നിൽക്കുന്ന ജനം മൊത്തം ആ ക്യൂവിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ജനങ്ങൾ പിന്നെ ഇവിടെ ഒരു ചെറിയ ഷെയ്ഡ് കാണുന്നുണ്ട്. ജനങ്ങളെല്ലാവരും ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇതാണ് ഈ ഗ്രൗണ്ടിൻ്റെ മിഡിൽ ഭാഗം കേട്ടോ. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫൗണ്ടൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതിൻ്റെ 4 സൈഡും എന്ന് പറയുന്നത് നല്ല ദൂരമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് വേറൊരു സ്റ്റാച്ചു ആണുള്ളത്. ആ സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ ആ സ്റ്റാച്ചു വെരി റീസെൻ്റ്ലി മാർപ്പാപ്പ ഇനാഗ്രേറ്റ് ചെയ്ത ഒരു സ്റ്റാച്ചു ആണ്. 2019 സെപ്റ്റംബർ 29 ഈ സ്റ്റാച്ചു ഇനാഗ്രേറ്റ് ചെയ്തത്. ഇതിൻ്റെ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഒരു ലോക കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും കുർബാനയെ തുടർന്ന് ഇവിടെ ഇങ്ങനെ ഇനാഗ്രേറ്റ് ചെയ്ത ഒരു സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊരു രസമുണ്ട് ഇത് കാണാൻ. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഞാനത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ഗൂഗിളിൽ നോക്കിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുറേ ആൾക്കാർ അതിനകത്ത് കൂടി നിൽക്കുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടിയിട്ട് ഞെരുങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിന് കാരണം അതെന്താണെന്ന് ഞാനിങ്ങനെ വളരെ ആകാംക്ഷയായിട്ട് നോക്കിയിരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്താ അഭയാർത്ഥികളായിട്ട് ലോകത്തുണ്ടായിരുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത